എടി കൊയിലാണ്ടി പറ വെടി, എടി വെടിപ്പടക്കമേ, എടി മറ്റവളെ, നിന്റെ തന്ത കള്ളും കുടിച്ച് കള്ള് കച്ചവടവും ചെയ്തിട്ട് കിട് 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 എന്നും പറഞ്ഞ് ആ പന്ന നാറിയുണ്ടല്ലോ, നിന്റെ വായ്ത്താരി അവൻ്റെ അടുത്തോട്ട് പോയിട്ട് നീ പൂഞ്ചിച്ചാൽ മതി. കേട്ടോടി PWD മോളെ. ആരാ നിന്നെ വിളിക്കണേന്ന് എനിക്കറിയാലോ. ഞാൻ ഒരുപാട് നേരം എന്താണ് ഈ PWD മോളെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. ലാസ്റ്റ് ഞാൻ കണ്ടുപിടിച്ചു ഇതാണ് അതിൻ്റെ അർത്ഥം എന്ന്. അപ്പം ആ വാക്കുകൾ ഞാൻ ഘട്ടമെടുക്കുകയാണ്. നിനക്ക് നന്നായിട്ട് ചേരുന്ന പേരാണ് PWD മോളെ, തന്തയില്ലാത്തവളെ, 16 തന്തയ്ക്ക് ജനിച്ചവളെ. ഞാനേ മോങ്ങിയത് എൻ്റെ വിഷമം കൊണ്ടാണ്. എന്നെ വല വീശി പിടിക്കാൻ നീ പല അടവുകളും എടുക്കുന്നുണ്ട്. ഇന്നേ വരെ നടന്നിട്ടുണ്ടോ? നടത്തിക്കൂല, മനസ്സിലായില്ലേ? അതാണ്ടി നമ്മുടെ കൂടെ ഉള്ളവർക്കിടെ ഒരു പവർ എന്ന് പറയുന്നത്. പക്ഷെ നിന്നെ ഗുരുവായൂർ നടയെന്ന് ആട്ടി ഓടിച്ചില്ലേ, ആട്ടി ഓടിച്ചില്ലേ, അത് തന്നെ മതിയായിരുന്നടി ഞങ്ങൾക്ക്. പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്നവരെയൊക്കെ എന്നെ തള്ളിപ്പറയണം, നീ അതൊന്ന് കാണിക്കണം കേട്ടാ. എൻ്റെ കൂടെ നിൽക്കുന്നവരെയൊക്കെ നീ അങ്ങോട്ട് തള്ളി കയറ്റണം, അതാണ് എനിക്ക് പറയാനുള്ളത്. തള്ളി തന്നെ അങ്ങോട്ട് കയറ്റണം. എടി കെട്ടോനില്ലാത്ത നാറിച്ചി, കണ്ണി കണ്ട ചെറുക്കന്മാരെ കൊണ്ട് ഫോൺ വിളിപ്പിച്ചിട്ട് ഈ തന്തയാണെന്ന് പറയേണ്ട വരുന്ന ഗതികേട് നമുക്ക് വന്നിട്ടില്ല. എടി നിന്റെ കാക്കാൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ, കാക്കാൻ്റെ രൂപമൊന്നുമില്ലേ. ഇന്ന് കേട്ട സൗണ്ട് അല്ലല്ലോടി മിനിയാന്ന് കേട്ടത് നിന്റെ കാക്കാൻ്റെ. സോഷ്യൽ മീഡിയയിലെ ആളുകൾ പരക്കെ പറയുന്നുണ്ട് കടലാസിൽ മാത്രമുള്ള, അല്ലെങ്കിൽ നിന്റെ ആ പേരിൻ്റെ വാലിൻ്റെ അറ്റത്ത് മാത്രമുള്ള ആ നിന്റെ ആ കെട്ടോനെന്ന് പറയുന്ന ആ ഊളക്കാക്കയുണ്ടല്ലോ, ആ ഊളക്കാക്കേൻ്റെ സൗണ്ട് ചെറിയ ചെക്കൻ്റെ സൗണ്ടാണെന്ന് ജനങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. എടി പുല്ലേ, കാര്യങ്ങൾ നടത്തി കാണിക്കാതെ നീ നിൻ്റെ വർത്താനം, നിൻ്റെ ആ ആനവായ പോലത്തെ ആ വായ അങ്ങോട്ട് പൊളിച്ചിട്ട് നിൻ്റെ ആ നാക്കുണ്ടല്ലോ അത് നീട്ടിയിട്ടുള്ള വർത്താനം നീ നിർത്തിയിട്ട് നീ കാര്യങ്ങൾ ചെയ്ത് കാണിക്കടി പുല്ലേ. കഴിഞ്ഞ ഒരു കൊല്ലം കഴിഞ്ഞല്ലോ നീ എന്നെ കൊടുക്കാനായിട്ട് തലകുത്തി നിന്നിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നു. ഒരു കൊല്ലം കഴിഞ്ഞല്ലോ കറക്റ്റ് പറഞ്ഞാൽ. ഒരു കൊല്ലം എത്രയോ മാസങ്ങളായി, ഇന്നേ വരെ നടന്നിട്ടുണ്ടോ? നീ ഒന്നും നടത്തി നോക്ക്. എന്നിട്ടാണ് ബില്ല് നീ അയച്ച രജിസ്ട്രേഡ്. ഇനി പേടി നാരച്ചി ഊളെ. കേട്ടോടി കള്ളനായിൻ്റെ മോളെ. കണ്ണി കണ്ട കള്ളും കഞ്ചാവും കച്ചവടം ചെയ്ത് കഞ്ചാവ് അടിച്ച് കിറങ്ങി പാതിരാത്രി കാമുവിൻ്റെ കൂടെ റോട്ടിൽ നടക്കണം നായിൻ്റെ മോളെ. ഞാനൊക്കെ എൻ്റെ വീട്ടിൽ അന്തസ്സായിട്ട് താമസിക്കാടി കെട്ടിയോൻ്റെ കൂടെ. എൻ്റെ വീട്ടിൽ ചിലപ്പോൾ കള്ളും കുടിക്കും, പലതും ഉണ്ടാവും. എൻ്റെ കെട്ടിയോനാണാ, എൻ്റെ കെട്ടിയോൻ കള്ളും കുടിക്കും, ചിലപ്പോൾ 2 തെറിയും പറയും. അതിന് നീ വിഷമിച്ചിട്ട് കാര്യമില്ല. നിനക്ക് ഈ കെട്ടിയോന്ന് പറയുന്നത് നിനക്ക് പേരിൻ്റെ അറ്റത്ത് വാല് മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ പ്രിയയ്ക്ക് അങ്ങനെയല്ല. പ്രിയയുടെ കൂടെ ഉണ്ട് ആര്? കള്ളുകുടിയൻ കെട്ടിയോൻ. പ്രിയയുടെ കള്ളുകുടിയൻ കെട്ടിയോൻ പ്രിയയുടെ കൂടെ ഉണ്ട്. പറ്റുമെങ്കിൽ നീ എൻ്റെ കെട്ടിയോനെ എന്നെ നിന്നൊന്ന് തെറ്റിച്ച് കാണിക്കടി. എന്നിട്ട് നീ വന്ന് സംസാരിക്കും. അപ്പം ഞാൻ നിന്നെ തെറ്റുകൂടാണ്ട് പറയാം പെണ്ണാണെന്ന്. നിന്നെയും നിൻ്റെ കൂടെയുള്ള മറ്റവളെയും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ പറയണത്. രണ്ടും കൂടി ആഞ്ഞു കിടന്ന് പിടിച്ചൊന്ന് ശ്രമിച്ചു നോക്ക്. ലിസ്ദേനെ കോണ്ടാക്റ്റ് ആക്കി ഞാൻ കൊടുത്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ അവളോട് പറഞ്ഞിട്ട് തിരിപ്പിക്കാൻ പറ. ലിസിതയുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിനക്ക് പറ്റുമെങ്കിൽ നീ അവളെ കൊണ്ട് പറഞ്ഞ് ലിസിദേനൊക്കെ എൻ്റെ നേരെ ഒന്ന് തിരിപ്പിക്കാൻ പറയണം കേട്ടാ. നീ അത് ചെയ്ത് കാണിക്കണം. എടി എന്തെങ്കിലും ഈ 1.5 വർഷമായിട്ട് നിനക്ക് ഒന്നും നടത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നീ എന്തിനാടി വന്ന് ചിലക്കുന്നത്? നീ എന്തിനു വന്ന് ചിലക്കണം? അതാണ് ഞാൻ ചോദിക്കുന്നത്. നീ എന്തെങ്കിലും നടത്തി കാണിച്ചിട്ട് വന്നിട്ട് എൻ്റെ നേരെ വെല്ലുവിളിക്കുകയാണെങ്കിൽ ഒരു രസമുണ്ട്. പ്രിയ എഴുന്നേറ്റ് നിന്ന് നിന്നെ സാല്യൂട്ട് അടിക്കും. ഓടി നായിൻ്റെ മുളക് ഊളച്ചി. കള്ളും കഞ്ചാവും അടിച്ചിട്ട് കള്ള് വിറ്റ് നടക്കുന്ന നിൻ്റെ നായിൻ്റെ മോൻ തന്തയല്ലടി എൻ്റെ തന്ത. മനസ്സിലായില്ലേ? നല്ല തന്തയ്ക്ക് ജനിക്കണമടി അന്തസ് ഉണ്ടാവണമെങ്കിൽ. നല്ല തന്തയ്ക്ക് ജനിക്കണം അന്തസ് ഉണ്ടാവണമെങ്കിൽ. നിനക്ക് എൻ്റെ രോമത്തിൽ നീ തൊടാൻ പറ്റുമെങ്കിൽ നീ തൊട്ട്. നീ ഒന്ന് തൊട്ട് കാണിക്ക്. എന്നിട്ട് നീ വന്നിട്ട് വെല്ലുവിളിച്ച് വർത്താനം പറ. അതുവരെ നീ വായടച്ച് മിണ്ടാണ്ടിരിക്കടി കുറ്റിച്ചൂലേ. നീ വിട്ട എത്ര കടലാസം ഇവിടെ വന്ന് അട്ടി കിടക്കണേന്ന് അറിഞ്ഞില്ല. ഒരെണ്ണമെങ്കിലും നീ ഒന്ന് എടുത്ത് കാണിച്ചു തന്നെ. എന്നിട്ട് നീ ഒന്ന് പറയണേ.
എന്നോടാ കൂത്തിച്ചിടക്കളി പൊടി മോളെ കേട്ടോടി PWD മോളെ.